ഭാരതാംബയിൽ പോരിലേക്കോ എന്നാണ് ചോദ്യം. വീണ്ടും പി പ്രസാദിനു ശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുക മാത്രമല്ല, അതവിടെ പരസ്യമായി പ്രകടിപ്പിച്ചാണ് ഇറങ്ങിപ്പോകുന്നത്. അത് വേദിയിൽ നിന്ന് ഞാൻ വാക്കൗട്ട് നടത്തുന്നു എന്ന് പറഞ്ഞാണ് ശിവൻകുട്ടി ഇറങ്ങിപ്പോകുന്നത്. കുട്ടികളുടെ മുന്നിൽ വെച്ചാണ്. പ്രോട്ടോകോൾ ലംഘനമെന്ന് ഗവർണർ, തന്നെ അപമാനിച്ചുവെന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട രാജ്ഭവൻ വൃത്തങ്ങൾ. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി ചെയ്തതിന് ഇപ്പോൾ ഇടതുപക്ഷത്തു നിന്നും പൂർണ്ണ പിന്തുണ. വീണ്ടും ഒരു പോരിലേക്കാണോ ഇത്? പോര് മുറുകുകയാണോ? പോരിലേക്കാണ് എന്ന് പറയുമ്പോൾ ഗവർണർ പോരിലേക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണങ്ങൾ എപ്പോഴും പലപ്പോഴും പാളിപ്പോകുന്ന തരത്തിലൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇതിൽ വളരെ ക്ലാരിറ്റിയുള്ള പ്രതികരണമായിരുന്നു. അതിൽ വളരെ ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടി, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട ഏറ്റവും കൃത്യമായ നിലപാടാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി എടുത്തിരിക്കുന്നത്. അതൊരു പക്ഷേ പ്രോട്ടോകോൾ ലംഘനമായിരിക്കാം, പക്ഷേ അപ്പുറത്ത് അതിലും വലിയ ഭരണഘടനാ ലംഘനമാണ് ഗവർണർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മളിത് ഒരു തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഭാരതാംബ എന്താണ്? ഭാരതാംബ സങ്കല്പം അതെപ്പോൾ തുടങ്ങുന്നു? അത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങൾ, അതിനു മുമ്പുണ്ടായ സാഹിത്യകൃതികൾ, ചില ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ഭാരതാംബ സാഹിത്യകാരന്മാരുടെ സൃഷ്ടിയായി വരുന്നുണ്ട്. അതിലെ സങ്കല്പത്തിനനുസരിച്ച് ഓരോ കയ്യിലും ഓരോ കാര്യങ്ങൾ വെച്ച് അത് ഓരോന്നും ഓരോ സങ്കല്പമായി വെച്ചുകൊണ്ടുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, അവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ തരത്തിലുള്ള സങ്കല്പം മാറി മാറി വന്ന് അതിൽ ഒരു കാവിക്കൊടി എഴുതിയ ഭാരതാംബ, ആ ഭാരതാംബ എന്ന് പറയുന്നത് RSSനെ മാത്രമല്ല സംഘ് പരിവാറിൻ്റെ എല്ലാ പരിപാടികളിലും വയ്ക്കുന്ന ഭാരതാംബയുടെ ചിത്രമാണ്. ആ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനമായ ഒരു രാജ്ഭവനിൽ എങ്ങനെയാണ് വെക്കുക? ഗവർണർ എന്നുള്ളത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏജൻ്റായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റുമാരായിട്ടാണ് എപ്പോഴും ഗവർണർമാർ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ എങ്ങനെയാണ് കേന്ദ്രത്തിന് വേണ്ടി ഈ ഏജൻസി പണിയെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല തരത്തിലും ഭരണത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ആർലേക്കറുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കേട്ടത്, ആദ്യമുണ്ടായ വിവാദത്തിന് ശേഷം ഇന്നലെ മുഖ്യമന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇനി സർക്കാർ പരിപാടിയിൽ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും അതാണ് വിശ്വസിച്ചത്. ഇപ്പോൾ രാജ്ഭവനിൽ നടത്തിയിരിക്കുന്ന പരിപാടിയാണ്. അവിടെ ആ പടം വന്നത് എന്നാണെന്ന് നമുക്കറിയാം. അവിടെ ഗുരുമൂർത്തി എന്ന RSS സൈദ്ധാന്തികൻ അവിടെ വരുന്നു. അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നു. അവിടെ മുൻ പ്രധാനമന്ത്രിമാരെ അപമാനിച്ചുകൊണ്ട് അവിടെ പ്രസംഗിക്കുന്നു. അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്ന സമയത്താണ് ആ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം ആ ചിത്രം അവിടെ ഉണ്ടാകും എന്ന് രാജ്ഭവൻ വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ പറയുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കാര്യങ്ങൾ മയപ്പെട്ടു എന്നും സർക്കാർ പരിപാടികൾ അതുണ്ടാവില്ല എന്ന് ഉറപ്പ് ലഭിച്ചു എന്നും പറയുന്നത്. ഇതിപ്പോൾ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയല്ല അല്ലേ? അങ്ങനെ പറയുമ്പോൾ രാജ്ഭവനിൽ നടന്നിരിക്കുന്ന പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയല്ല. ആ പരിപാടിയുടെ കടലാസ് അയക്കുമ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയാണ് ആ പരിപാടി എന്ന് പറയുന്നുണ്ട്. അതിൽ ഭാരതാംബയെ വണങ്ങുന്നു എന്ന് എഴുതിയിട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എപ്പോഴും അതിൽ വിളക്ക് കൊളുത്തുന്നതും എന്താണ് പുഷ്പാർച്ചന തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ് എന്ന് ഇനി അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി എല്ലാ മന്ത്രിമാരും അത് തിരിച്ചറിയണം. കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരതാംബയ്ക്കുള്ള പുഷ്പാർച്ചന തന്നെയായിരിക്കും രാജ്ഭവനിലെ പരിപാടിയാണെങ്കിലും മനസ്സിലാക്കണം. കാരണം അത് ആ ഹാളിൽ നിന്ന് ആ ചിത്രം മാറ്റില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് പരിപാടി നടക്കുന്നു. ഇന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ എത്തിയിരിക്കുന്നത് കുട്ടികളാണ്. ആ കുട്ടികൾക്കുള്ള പുരസ്കാര സർട്ടിഫിക്കറ്റ് നൽകുന്ന ചടങ്ങാണ്. ആ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇതാണ് ഭാരതാംബ, കാവിക്കൊടിയെ എന്തിയ ഭാരതാംബ എന്നൊരു സങ്കല്പം അങ്ങോട്ട് വെച്ച് നീട്ടുകയാണ്. അത് എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ളതാണ്. അവരുടെ മനസ്സിനെ എത്രത്തോളം അത് മോശമായി സ്വാധീനിക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞത്. ഞാൻ ആ കുട്ടികളെ കൂടെ കൂട്ടി ഇറങ്ങാൻ ആലോചിച്ചു എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഗവർണറെ അപമാനിക്കേണ്ട എന്ന് കരുതി ഞാൻ അവിടെ നിന്നു. പിന്നെ ഈ ഭാരത മാതാവ് എന്നുള്ള സങ്കല്പമൊക്കെ സാഹിത്യത്തിലൊക്കെ പറയാമെങ്കിലും നമുക്കൊരു ഭരണഘടനയുണ്ട്. ഭരണഘടനയാണ് ആത്യന്തികമായ കാര്യം. അപ്പോൾ ഈ പാട്രിയർക്കൽ രീതിയിൽ അമ്മയായി സങ്കല്പിക്കണം എന്ന രൂപത്തിലൊക്കെ അതിനെ കാണുന്നത് സാഹിത്യപരമായിട്ടൊക്കെ ആ രൂപത്തിൽ കാണാം. എന്നതിനപ്പുറം അതിൽ പാർട്ടി ചിഹ്നങ്ങൾ കൂടി വെച്ചുകൊണ്ട് അതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് എന്ന രൂപത്തിൽ പറയുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ അമിത്ഷായുടെ പ്രതികരണം കണ്ടല്ലോ. ഇംഗ്ലീഷ് ഭാഷയെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരുമെന്നൊക്കെ നമ്മൾ ഇത്രയും കടന്നുപോയ കാലം, അതിനുശേഷം ഈ വലിയ വികസനം എന്നൊക്കെ ഒരു വസ്തു അവകാശപ്പെടുമ്പോഴും ഇംഗ്ലീഷ് അറിയാത്ത മന്ത്രിമാർ എന്ന് വേണമെങ്കിൽ പറയാം, ഇംഗ്ലീഷ് സംസാരിക്കാത്ത, ഇംഗ്ലീഷിനോട് വെറുക്കുന്ന ഒരു ഭാഷാ തീവ്രവാദം, അത് ഇംഗ്ലീഷിനോട് മാത്രമല്ല മറ്റ് വടക്കേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും ആ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ തമിഴുമായി ബന്ധപ്പെട്ട് തമിഴ് മാനിലയ്ക്ക് ഞങ്ങൾ ആ ഭാഷ വിട്ടുകൊടുക്കില്ല, ഞങ്ങൾക്ക് ഹിന്ദി അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്നാണ്. യൂണിഫോമിറ്റി വേണം എല്ലാത്തിനും എന്നുള്ളതാണ്. നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ സങ്കല്പം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിവിധ രാജ്യങ്ങളിൽ പിന്തുണയ്ക്ക് വേണ്ടി നമ്മുടെ ഇവിടെ സംഘം പോയല്ലോ.
അങ്ങനെ സംഘം പോകുമ്പോൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ പല ചോദ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ കനിമൊഴി നൽകിയ മറുപടിയുണ്ട്. നിങ്ങളുടെ രാഷ്ട്രഭാഷ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രഭാഷ എന്നുള്ളതിനപ്പുറം ഞങ്ങൾ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഞങ്ങളുടെ സന്ദേശമെന്ന് മറുപടിയാണ് അവർ നൽകുന്നത്. മനോഹരമായ മറുപടി അവർ നൽകുന്നു. അപ്പോൾ ആ തരത്തിൽ ഇവിടെ എല്ലാം ഒരേ രൂപത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒന്ന് മതി എന്ന തീരുമാനമുണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് ഭാരതാംബ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സങ്കല്പം, മതി രാജ്യത്തിൻ്റെ സങ്കല്പം. അവർക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൊന്നും ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം ചരിത്രം പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കാര്യം, ഞങ്ങൾ പറയുന്ന ചരിത്രം പഠിച്ചാൽ മതി എന്ന പാഠപുസ്തകത്തിലൂടെ നടത്താൻ ശ്രമിക്കുന്നു. അതുപോലെയുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടത്. ഇതിലിനി മന്ത്രിമാർ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി ഗവർണറുടെ രാജ്ഭവനുമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് പോകുമ്പോൾ ഇനി എന്താണ് സർക്കാർ തീരുമാനമെടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു കടുത്ത നിലപാടിലേക്ക് ഉറപ്പായിട്ടും ഇടതുപക്ഷത്തിന് പോകേണ്ടി വരും. CPM മന്ത്രി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ, ഇപ്പോൾ പ്രതിഷേധം കാണിച്ചത് പി പ്രസാദാണ് ആദ്യമെങ്കിലും CPM-നാണ് കുറച്ചുകൂടി ക്ലാരിറ്റി അതിലുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അതിനുശേഷം നടന്ന പ്രതിഷേധത്തിലും ഒരു ഭാരതാംബയെ വണങ്ങിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് പറഞ്ഞുകൊണ്ടാണ് CPI പ്രതിഷേധിച്ചത്. അത് പിന്നീട് അപ്പോൾ എന്ത് ഭാരതാംബ, CPI പ്രതിഷേധിച്ചത് എന്ത് ഭാരതാംബ, ഞങ്ങൾക്ക് ഭാരതാംബയൊന്നും ഇല്ല എന്ന് പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സങ്കല്പമില്ല, അതല്ലല്ലോ പ്രധാനമെന്ന് പറയുന്നു. അപ്പോൾ അത്രയും ക്ലാരിറ്റി CPM-നുള്ള അത്ര ക്ലാരിറ്റി CPI-ക്ക് ഉണ്ടായത്. CPM ആ ഓളത്തിനങ്ങ് പോയി. പിന്നീട് ഒരു പരിപാടിയിൽ അത് പടം വയ്ക്കാൻ പോയത് പിൻവലിച്ചു എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പോര് തുടങ്ങിയിരിക്കുന്ന ഗവർണറാണ്. ഈ പോര് ഗവർണർ ഇങ്ങോട്ട് തുടങ്ങിയാണെങ്കിൽ CPM ഭരിക്കുന്ന അല്ലെങ്കിൽ CPM-ഉം ചേർന്നിട്ടുള്ള ഈ ഇടത് സർക്കാർ അതിനോട് ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ ജിമ്മി, തുറന്ന പോരിലേക്കോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത് ഒരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അന്ന് പി പ്രസാദ് ആയിരുന്നു, ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയാണ്. തൊട്ടുമുന്നിൽ വിദ്യാർത്ഥികളുണ്ട്. പ്രോട്ടോകോൾ ലംഘനമെന്നാണ് ഗവർണറുടെ വാദം, രാജ്ഭവന്റെ വാദം. ഈ രാജ്ഭവന്റെ പത്രക്കുറിപ്പിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത് മനഃപൂർവ്വം വിദ്യാഭ്യാസ മന്ത്രി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു. എനിക്കെതിരായ സാധനം ഞാൻ വാക്കൗട്ട് നടത്തുകയാണെന്ന് അടക്കം അദ്ദേഹം എഴുതി തയ്യാറാക്കി വായിച്ചു. എനിക്കും തോന്നി ആ കടലാസ് കണ്ടപ്പോൾ ഇനി എങ്ങാനും എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണോ എന്ന്. ഞാൻ വിചാരിക്കുന്നത് 2 ദിവസം മുമ്പ് MV ഗോവിന്ദൻ പറഞ്ഞ് കുടുങ്ങിയ അബദ്ധത്തിൻ്റെ മറുമരുന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി RSനെതിരെ ആഞ്ഞടിക്കുന്നു. ഇന്ന് രാജ്ഭവനിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ വളരെ കൃത്യമായി നിലപാട് പറഞ്ഞ് RSനെ പരമാവധി പ്രകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ RSന് വിരുദ്ധരാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് വാക്കൗട്ട് എന്ന വാക്കുപയോഗിച്ച് പ്രോട്ടോകോൾ ലംഘനങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ട് മെനഞ്ഞാന്ന് നടന്ന ഒരു വലിയ അബദ്ധത്തിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ഇലക്ഷൻ ദിവസത്തെ അതിമനോഹരമായൊരു തന്ത്രമായി ഞാനിതിനെ കാണുന്നുണ്ട്. പോയിന്റ് നമ്പർ 1. 2, ഗവർണർ ആദ്യത്തെ വിവാദം ഉണ്ടാക്കുമ്പോൾ ഗവർണർ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞൊരു കാര്യം, സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ വിളക്കൊളുത്തുന്ന പരിപാടിയില്ല, അതുകൊണ്ട് ഭാരതാംബ വേണ്ട. മറ്റ് പരിപാടികളിലാണെങ്കിൽ ഭാരതാംബ വേണം. അതൊരു പുതിയ നോർമലാക്കി ഗവർണർ പറയുകയായിരുന്നു. ഈ ഓരോ കാര്യത്തിലും അങ്ങനെ ഒരു ന്യൂ നോർമൽ വരും. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ രീതിയാണ്, നാളെ അത് ശാസ്ത്രമാണ്. അപ്പോൾ ഗവർണർ പറഞ്ഞു വയ്ക്കുന്നത് ഔദ്യോഗിക പരിപാടി ശരി വേണ്ട, വിളക്കില്ലല്ലോ, അതുകൊണ്ട് ഇതും വേണ്ട, പക്ഷേ മറ്റു പരിപാടികളിൽ ഭാരതാംബ വേണം എന്ന് ഗവർണർ കഴിഞ്ഞ വിവാദത്തിന് ശേഷം ഒരു പുതിയ നോർമൽ ഫിക്സ് ചെയ്തു. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ അപകടകരമായ കാര്യം. ഗവർണർ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് സർക്കാർ പരിപാടികൾ ഇത് പറയാൻ പറ്റില്ലെന്നും ഇങ്ങനെയൊരു സാധനം കടത്താൻ പറ്റില്ലെന്നും ഗവർണർക്ക് നല്ല വൃത്തിയായി അറിയാം. അതറിയാവുന്ന ഒരു ഗവർണർ മറ്റു പരിപാടികളിലൂടെ പതുക്കെ ഈ സാധനം കയറ്റിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാർലമെൻറ്റിൽ ഒരു ചെങ്കോൽ കൊണ്ടുവയ്ക്കുന്നു, അധികാരത്തിൻ്റെ ചിഹ്നമാണ്. ഇത് ആര് പറഞ്ഞു? ചെങ്കോലാണോ അധികാരത്തിൻ്റെ ചിഹ്നം? ചെങ്കോലാണ്. ഇപ്പോൾ അത് ന്യൂ നോർമലാണ്. ഇനി ആ വടി അവിടുന്ന് അനക്കാൻ പറ്റില്ല. അതൊരു പുതിയ രീതിയാണ്, പുതിയൊരു രീതി കൊണ്ടുവന്നു. ഓരോ സമൂഹത്തിലും ഓരോരോ കാര്യങ്ങൾ ഇത്തരം ആചാരങ്ങളിലാണ് വരുന്നത്. നമ്മളൊരു സെക്യുലർ സമൂഹമാണ്, പക്ഷേ പല പ്രധാനപ്പെട്ട പരിപാടികളുടെയും തുടക്കം പൂജ നടത്തിയാണ്. അതെങ്ങനെയാണെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതെന്താ, ഇന്ത്യയിൽ വേറെ ഹിന്ദുക്കളല്ലാതെ വേറെ ആരും താമസിക്കുന്നില്ലേ? പൂജ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ബാക്കിയുള്ളവരുടെ വികാരങ്ങളെ ഹനിക്കുമോ? ഇനി തിരിച്ച് പൂജയ്ക്ക് പകരം വേറൊരു മതത്തിൻ്റെ ചടങ്ങാണ് നടത്തുന്നതെന്ന് വിചാരിക്കുക ഒരു പൊതുപരിപാടിയിൽ. ഇവിടെ എന്തായിരിക്കും ബഹളം? പക്ഷേ ഇനി ആ ചർച്ചയില്ല, കാരണം അത് നടന്നു കഴിഞ്ഞു. ഇപ്പം ഞാൻ ഓർക്കുന്നത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം നടന്ന പൂജാ ചടങ്ങാണ്. ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അത് നോർമലായി മാറി എന്ന് പറയുന്നത് പോലെ ഭാരതാംബയുടെ ചിത്രം ഇനി മുതൽ പൊതുപരിപാടികളിൽ ഗവർണർ വരുന്ന പരിപാടിയിൽ ഉണ്ടായിരിക്കണമെന്നൊരു പുതിയ നോർമൽ അടിച്ചേൽപ്പിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ആ ഗവർണറുടെ ബുദ്ധിയിൽ ഇനിയും ഇത്തരം തന്ത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമൊക്കെ ഉള്ളൊരു പ്രശ്നം, ഈ ഒരു ചിഹ്നത്തെ നിങ്ങൾ അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന ഒരു വലിയ അബദ്ധം. RSൻ്റെ ഒരു വലിയ ആശയമുണ്ട്, വിശാല ഇന്ത്യ എന്ന് പറയുന്ന, എവിടുന്നോ തുടങ്ങി അങ്ങ് എവിടെയൊക്കെയോ അവസാനിക്കുന്ന ഒരു വലിയ സങ്കല്പം. സിംഹം, മറ്റേ സ്വർണ്ണാഭരണ വിഭൂഷിതയായ സ്ത്രീ, കൊടിയിൽ കാവ്യ നിറം,
ഈ ഒരു ചിഹ്നം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ RSS കുറേ കാലമായി ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ അവർക്ക് ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുന്നു. അത് ചെയ്യാൻ ഗവർണർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും ഗവർണർമാരെ ഓരോരുത്തരെയായി അയച്ച് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി ആ സർക്കാരിനെ ഭരിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെ കഴിഞ്ഞ 5, 6, 7 വർഷമായി ഇന്ത്യ മുഴുവൻ നടക്കുകയാണ്. നമുക്കറിയാം, ഈ പുതിയ ഗവർണർ വന്നപ്പോൾ ചിലപ്പം കേരളം വിചാരിച്ച് കാണും, പിണറായി വിജയൻ വിചാരിച്ച് കാണും, ഇതെങ്കിലും ഒന്ന് സമാധാനമായി പോകട്ടെ എന്ന്. അപ്പോഴാണ് ഈ പുതിയ കുത്തിത്തിരിപ്പ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു, പിണറായി വിജയൻ പോലും ആദ്യം വളരെ സൂക്ഷിച്ചാണ്, ഒന്നും മിണ്ടിയില്ല. പി പ്രസാദ് ഹീറോ ആയതാണ്. 4 വർഷം വളരെ സൗമ്യനായിരുന്ന പി പ്രസാദ് കയറി ഹീറോയായി, CPI ഹീറോയായി, അപ്പോഴും മിണ്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ CPM-നും RSS തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു ആരോപണം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇങ്ങനൊരു ആരോപണത്തിന് മറുപടി പറയേണ്ടി വന്നത്. അത് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒരു അത്യാവശ്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ മിണ്ടില്ലായിരുന്നു. വേറൊന്നുകൊണ്ടുമല്ല, ഗവർണറെ പ്രകോപിപ്പിക്കാതെ എങ്ങനെ അടുത്ത 1 വർഷം കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗവർണർ വഴങ്ങില്ല. ഗവർണർ മുമ്പോട്ട് തന്നെയാണ്. അത് ഗവർണർക്ക് തീരുമാനിച്ച് കിട്ടിയിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം കൊടുത്തിരിക്കുന്ന മിഷനാണ്. ആ മിഷൻ നടപ്പിലാക്കാൻ ഗവർണർ ശ്രമിക്കും. ഇനി അങ്ങോട്ട് സർക്കാർ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി ആ വിഷയത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ പുതിയ ഗവർണർ വിട്ടുകൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം വളരെ ഊണ്ടലാണ്. തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിവാദമായിരിക്കും. ഭാരതാംബ പോരിനുള്ളൊരു ഉപകരണമായി മാറുന്നു എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതൊരു സാഹിത്യ സാംസ്കാരിക ചിഹ്നം മാത്രമാണ് ഭാരതാംബ. അതിനെ രാഷ്ട്രീയ ചിഹ്നമായി, ഒരു ദേശീയ ചിഹ്നമായി പ്രതിഷ്ഠിച്ച് ഒരു പുതിയ വിവാദത്തിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് ഉള്ളിൽ സംഘപരിവാറുകാരനും പുറമേ ഗവർണറുമായി നിൽക്കുന്ന രാജേന്ദ്ര ആർലേക്കർ. നമ്മൾ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. 5ഓളം പാർട്ടികളിൽ നിന്ന് മാറി മാറി വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തികഞ്ഞ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോക്താവായിരുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ വിലയിരുത്തിയിരിക്കുന്നത്. ഭാരതീയ ക്രാന്തിദൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BSP, പിന്നീട് ഏറ്റവും ഒടുവിൽ BJP-യിലേക്ക് എത്തുന്ന ഒരു കാലം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല രാജേന്ദ്ര ആർലേക്കർ. രാജേന്ദ്ര ആർലേക്കർ അന്നും ഇന്നും കറകളഞ്ഞ സംഘപരിവാറുകാരനാണ്. ഒരൊറ്റ പാർട്ടിയിലെ രാജേന്ദ്ര ആർലേക്കർ പ്രവർത്തിച്ചുള്ളൂ, BJP. ഒരൊറ്റ സംഘടനയുടെ ആശയമേ രാജേന്ദ്ര ആർലേക്കറിനെ നയിച്ചിട്ടുള്ളൂ, അത് RSS. ആ രാജേന്ദ്ര ആർലേക്കർ പരീക്കറിന് ശേഷം ഒരു പക്ഷേ ഗോവ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു സ്പീക്കർ സ്ഥാനവും 3 സംസ്ഥാനങ്ങളിലെ ഗവർണർ സ്ഥാനവും മാത്രം കിട്ടിയ രാജേന്ദ്ര ആർലേക്കറിന് തന്നെ കേരളത്തിൽ നിയമിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഉദ്യമം മിഷൻ നടപ്പിലാക്കണം. ആ രാഷ്ട്രീയ മിഷൻ നടപ്പിലാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിൽ SFIയെ നേരിടുന്ന പ്രകടനപരമായിട്ടുള്ള പോരാട്ടമാണ് കാഴ്ചവെച്ചതെങ്കിൽ രാജേന്ദ്ര ആർലേക്കറിൻ്റേത് ബുദ്ധിപൂർവമായ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. ചിഹ്നങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിരന്തരം ഇങ്ങനെ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക, അതിനുശേഷം അതുണ്ടാക്കുന്ന ചർച്ച കണ്ട് രസിക്കുക. ഇതാണ് കേന്ദ്രത്തെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ രീതിയാണ്. എന്നാൽ സർക്കാരുമായി ഭരണത്തിൽ നേരിട്ടുള്ള പോരാട്ടമില്ല. എന്നാൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രതീകാത്മകമായൊരു പോരാട്ടമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അപകടകരമായ നീക്കമാണ് രാജേന്ദ്ര ആർലേക്കർ നടത്തുന്നതെന്നാണ് എൻ്റെ പക്ഷം. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യം എന്താ? ഇന്ന് വായനാ ദിനമല്ലേ, PN പണിക്കരുടെ ദിനമല്ലേ, ഇന്ന് കുട്ടികളെല്ലാവരും വായിച്ചു പഠിച്ച് അറിഞ്ഞു വളരേണ്ട കാലമല്ലേ. ഇന്നത്തെ വായനാ ദിനത്തിൻ്റെ മോട്ടോ എന്താ? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ചിന്ത എന്താണ്? അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, രാജ്ഭവനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭാരതാംബ ഏത് ഭാരതാംബയാ? ആ ഭാരതാംബയെ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി ഒരു ദേശീയ ചിഹ്നമായിട്ട് കൊണ്ടുവരാൻ കഴിയുമോ? നമുക്കറിയാവുന്ന ഭാരതാംബ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 1873 വന്ന നാടകമായിരിക്കുന്ന ഭാരതാംബയാണ്. ആ നാടകം സൃഷ്ടിക്കപ്പെട്ട ബംഗാളിലെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെ ഒരു ഫെമീൻ നിൽക്കുന്ന, ബംഗാൾ ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കിരൺ ചന്ദ്ര ബാനർജി എഴുതിയ നാടകമാണ് ഭാരതാംബ. ആ ഭാരതാംബയാണോ ഈ താമരയും അതേപോലെ ഇന്ത്യയുടെ തന്നെ ഭൂപടം മാറ്റി എഴുതിയ ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന കാവിക്കൊടി എന്തിയ ഭാരതാംബ? അങ്ങനൊരു ഭാരതാംബ 1873 ആരും കണ്ടിട്ടില്ല. 1905 1904 ലോർഡ് കഴ്സൺ വന്ന് ഇന്ത്യ വിഭജനം നടത്തുന്ന സമയത്ത് ബംഗാളിനെ ചേർത്ത് നിർത്താൻ വേണ്ടി അന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവനായ അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഒരു ഭാരത് മാതയുണ്ട്. കയ്യിൽ വെള്ളത്തുണിയും ഒപ്പം തന്നെ ഭക്ഷണവും കറ്റയും ഈ രുദ്രാക്ഷവും ആയി നിൽക്കുന്ന ഒരു ഭാരത് മാതയുണ്ട്. അവിടെ പുസ്തകവുമായി നിൽക്കുന്ന ഭാരത് മാതയുണ്ട്. ആ ഭാരതാംബയല്ലല്ലോ നമ്മളിന്ന് കണ്ടത്. പുസ്തകമായി നിൽക്കുന്ന ഭാരതാംബയോ രുദ്രാക്ഷമായി നിൽക്കുന്ന വെള്ളത്തുണിയുമായി നെൽക്കതിരുമായി നിൽക്കുന്ന ഭാരതാംബയോ അല്ല നമ്മൾ കണ്ടത്. കാവിക്കൊടി എന്ന് നിൽക്കുന്ന ഭാരതാംബ എവിടെ നിന്ന് വന്നു? അവിടെയാണ് ഇന്ന് മന്ത്രി V. ശിവൻകുട്ടി ചോദിച്ച ചോദ്യം. ഈ കുട്ടികൾ
കണ്ണുകളുടെ മുന്നിൽ ഈ ഭാരതാംബ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ ആരുടേതാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ഗാന്ധിയുടെ ആണെങ്കിൽ എനിക്ക് തിരിച്ചറിയാമായിരുന്നു, അത് പ്രധാനമന്ത്രിയുടേതാണെങ്കിൽ എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ഇതൊന്നുമില്ലാതെ 1950 ദ എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ടിലാണ് നമ്മുടെ രാജ്യത്ത് പ്രോട്ടോകോൾ പ്രകാരം ഉപയോഗിക്കാവുന്നതും അതല്ലെങ്കിൽ ഔദ്യോഗികമായി ഉപയോഗിക്കാവുന്നതും അതിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയാൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമായ ഒരു ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ 1950 എംബ്ലംസ് ആക്ടിലോ 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിലോ ഈ സിംബലിനെ കുറിച്ച് പറയുന്നില്ല. ഒരിടത്തും നമ്മൾ അത് സിംബലായിട്ട് ഉപയോഗിച്ചിട്ടില്ലെന്നേ. കേരളത്തിൽ ഇന്നേ വരെ ഇതേ ചരിത്രത്തിൽ നാടകത്തിലും കവിതയിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനനീ ജന്മഭൂമിച്ച സ്വർഗാത ഭീഗിരിയസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനിച്ച നാട് ഏതാ? നമ്മൾ കുറച്ചു കാലം വരെ തിരുവിതാംകൂറുകാരായിരുന്നു, കുറച്ചു കാലം വരെ കൊച്ചിക്കാരായിരുന്നു, കുറച്ചു കാലം വരെ മദ്രാസിയായിരുന്നു. പിന്നീടാണ് നമുക്ക് കേരളം ഉണ്ടാവുന്നത്, പിന്നീടാണ് നമുക്ക് ഇന്ത്യ ഉണ്ടാവുന്നത്, ഭാരതം എന്ന സങ്കല്പം തന്നെ ഉണ്ടാവുന്നത്. ആ ഭാരതം എന്ന സങ്കല്പത്തിന് ദീർഘകാലത്തെ ചരിത്രം കഥകളിൽ പറയുന്നുണ്ട്, ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ചരിത്രം പക്ഷേ നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾ ഒരുമിച്ച് നിന്ന് ഇന്ത്യ രാജ്യമായി വരുന്നത് 1950 ഇന്ത്യൻ ഭരണഘടന വന്നതിനു ശേഷമാണ്. അപ്പോൾ ആ ഭൂമിയുടെ ഇന്ത്യയുടെ മാപ്പ് സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന മാപ്പല്ല അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്താ? അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അഖണ്ഡ ഭാരതം എന്ന ആശയമാണ്. ആ അഖണ്ഡ ഭാരതം എന്ന ആശയത്തിൽ എവിടെയാ ഇന്ത്യയുടെ കാശ്മീർ കിടക്കുന്നത്? കാശ്മീർ കാണാനില്ലല്ലോ. നമ്മളതല്ലേ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്? ആ അഖണ്ഡ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന ഒരു ഹിന്ദു സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ചർച്ച, മറാത്ത സാമ്രാജ്യം ഉണ്ടാവുന്ന 16-17 നൂറ്റാണ്ടുകളിൽ ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു ഭൂപടത്തിൻ്റെ പശ്ചാത്തലമാണ്. അത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചിത്രം എന്താണെന്നേ, ആ ചിത്രം എന്താണ് എന്ന് പറയുമ്പോഴാണ് ആ സങ്കല്പം കൊണ്ടുവന്ന ആളെക്കുറിച്ച് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. രാജേന്ദ്ര ആർലേക്കർ പറയാൻ ശ്രമിച്ചത് എന്താ? ഇത് അംബേദ്കർ സൃഷ്ടിച്ച, ഗാന്ധി സൃഷ്ടിച്ച, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ നൽകി അവരുടെ ജീവിതം നൽകി സൃഷ്ടിച്ച ഒരു ഇന്ത്യ അല്ല ഇതെന്നും, പകരം ഈ ഇന്ത്യ എന്നുള്ളത് ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന സവർക്കർ നേരത്തെ സൂചിപ്പിച്ച അഖണ്ഡ ഭാരതം എന്ന ആശയമാണ് എന്നാണ്. ആ സവർക്കറിനെ കുറിച്ചൊരു വാചകം കൂടി പറഞ്ഞു പോകണം. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയട്ടെ. 1911 ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൻഡമാൻ നിക്കോബർ ഐലൻഡിൽ കിടക്കുമ്പോൾ ഇതേ ഇന്ന് ഭാരതാംബയുടെ പശ്ചാത്തലത്തിൽ കാണുന്ന അഖണ്ഡ ഭാരത സങ്കല്പം ഉണ്ടാക്കിയ ഈ സവർക്കർ എഴുതി കൊടുക്കുന്ന ദയാഹർജി ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കണം, അത് ഓർമ്മയിൽ ഉണ്ടാവണം. എന്താണ് ആ ദയാഹർജി? ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് കൗൺസിലെ ഹോം മെമ്പർ റിജിനാൾഡ് ക്ലൗഡോക്കിന് യുവർ ഓണർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആ ദയാഹർജിയുടെ ഒരു ഭാഗത്ത് പറയുന്നു, ഏത് രീതിയിൽ വേണമെങ്കിലും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ തയ്യാറാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ. എൻ്റെ സംഭാഷണം ആത്മാർത്ഥമാണ്. എന്നെ ജയിലിൽ തന്നെ നിലനിർത്തിയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. വിട്ടാലും മാറ്റമൊന്നും വരില്ല. അധികാര കേന്ദ്രത്തിനെ കരുണ കാട്ടാൻ കഴിയൂ. സർക്കാരിൻ്റെ പിതൃസഹജമായ കവാടങ്ങൾക്കുള്ളിലല്ലാതെ മറ്റെവിടെയാണ് മുടിയനായ പുത്രന് മടങ്ങിച്ചെല്ലാനാവുക? ഈ കുട്ടികളോട് രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ മുടിയനായൊരു പുത്രൻ ഒരു സഹജമായ ഒരു പിതൃരാജ്യത്തിൻ്റെ കവാടത്തിലേക്ക് പോയി മാപ്പപേക്ഷിച്ച ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നതെന്ന പൊളിറ്റിക്കൽ മെസ്സേജാണോ കൊടുക്കാൻ പോകുന്നത്? ആ മെസ്സേജാണോ? അതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിൽ ഈ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട പാഠം. അതുകൊണ്ട് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൈയടിച്ച് അഭിനന്ദിക്കുന്നത് അവിടെ വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൊരു പാഠമുണ്ട്. ചരിത്രത്തെ നമ്മൾ പോരാട്ടത്തിലൂടെ മനസ്സിലാക്കിയ ഒരു ചരിത്രമുണ്ട്. പലപ്പോഴും ടെക്സ്റ്റിനോടൊപ്പം നമ്മൾ സബ് ടെക്സ്റ്റ് പഠിക്കും, പാഠത്തോടൊപ്പം ഉപപാഠം പഠിക്കും. നിങ്ങൾ കാണുന്ന ചിത്രം എന്താണ്? കുട്ടിക്കത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ നോർമലൈസ് ചെയ്യുന്നതിനെതിരെ മുഖ്യമന്ത്രി കാണിച്ച, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണിച്ച ആർജവം കുട്ടികളുടെ മനസ്സിലുണ്ട്. ഇനി ഈ കുട്ടികൾ ഒരിക്കലും മറക്കില്ല. ആ വരച്ചിരിക്കുന്ന ഭാരതാംബ അത് കിരൺചന്ദ്ര ബാനർജിയുടെ ഭാരതാംബയല്ല, അത് അവനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരതാംബയല്ല, അത് അംബേദ്കർ സൃഷ്ടിച്ചെടുത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ ചിത്രമല്ല. പകരം അത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നുവെന്നും ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ കാവി പതാക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയല്ലെന്നും ആ കുട്ടികൾ പഠിച്ചു. അങ്ങനെ കുട്ടികളെ ഒരു പാഠം പഠിപ്പിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടാണ് ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിനന്ദിക്കുന്നത്. കാരണം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ പ്രതിഷേധിക്കാതെ പോയിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ബോധം എന്നുള്ളത് അത്യന്തം അപകടകരമായ ഒരു ബോധമാകുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലുള്ള പ്രതികരണം അങ്ങനെ തന്നെ ആവണം. ആ വാക്ക് പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്നു. എന്ത് പ്രോട്ടോക്കോളാ? ഗവർണർക്കില്ലാത്ത പ്രോട്ടോക്കോളാണോ? ആ ഭാരതാംബയിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഏത് പ്രോട്ടോക്കോളിലാണ് ഉള്ളത്? ഏത് പ്രോട്ടോക്കോളിലാണ് ഉള്ളത്? ഒരു സർക്കാരിൻ്റെ പരിപാടി നടത്തുമ്പോൾ അതല്ലെങ്കിൽ ഒരു പൊതുപരിപാടി നടത്തുമ്പോൾ ഈ ഗവർണറുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ 163 ആർട്ടിക്കിളിലല്ലേ? എന്താ 163 ആർട്ടിക്കിൾ പറയുന്നത്? ഈ ഗവർണർ പ്രവർത്തിക്കേണ്ടത് ആരുടെ ഉപദേശത്തിലും ആരുടെ നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുക
പൂജിക്കേണ്ട ഈ ഗവർണർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഇത്തരം ചിത്രങ്ങൾ വെച്ച് പൂജിക്കാൻ ആ ഗവർണർക്ക് അവകാശമുണ്ട്. പക്ഷേ അത് പൊതുപരിപാടിയിലല്ല. ഗവർണറുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഏത് ചിത്രത്തിൽ പൂജിച്ചാൽ ആർക്കാ കുഴപ്പം? ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെയോ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് സ്മൃതി മന്ദാനയുടെയോ, ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ബോളിവുഡ് താരത്തിൻ്റെയോ ഹോളിവുഡ് താരത്തിൻ്റെയോ ഒക്കെ ചിത്രം വെച്ച് പൂജിക്കാനും അതിൽ ആരാധിക്കാനും ഒക്കെയുള്ള അവകാശം ഗവർണർക്കുണ്ട്. പക്ഷേ ഒരു പൊതുചടങ്ങിൽ ഇതേപോലെ വികലമായ ഒരു ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഭാരതാംബ എന്ന ഒരു സാഹിത്യ സാംസ്കാരിക ചിഹ്നത്തെ അതിൽ തന്നെ വ്യത്യസ്തപ്പെടുത്തി അതിൽ കാവ്യക്കൊടി പകർത്തി രാജ്ഭവനെ ഈ നിലവിൽ ഒരു ശാഖയാക്കി മാറ്റാൻ, RSSൻ്റെ ശാഖയാക്കി മാറ്റാൻ ഒരു നീക്കം നടത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാവണം. ആ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. ആ പ്രതിഷേധത്തിനും അപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഉപപാഠം കൂടിയാണ്. വളരെ ശക്തമായൊരു ഉപപാഠം, ഒരു സബ് ടെക്സ്റ്റ് ഇന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തെ ആഴത്തിൽ പരിശോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് കരുത്തേകുന്ന ഒരു നിമിഷമായി തന്നെ ഞാനിതിനെ കാണുകയും ചെയ്യുന്നു. പിന്നെ പ്രോട്ടോകോൾ ഭീഷണിയൊക്കെ അത് തൽക്കാലം ഗവർണർ കൈവശം വെച്ചാൽ മതി. ആ ഗവർണർക്കില്ലാത്ത പ്രോട്ടോകോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രോട്ടോകോളും നിലവിൽ ഭാരതാംബയെ പുഷ്പാർച്ചന നടത്തിയോ വിളക്ക് തെളിയിച്ചോ ഒരു സർക്കാർ പരിപാടി നടത്തണമെന്നും അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് അവിടെ നിന്ന് വാക്കൗട്ട് നടത്താതിരിക്കാമെന്നും ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി നമ്മൾ പറയാം, ഗവർണറിനെ ടൂളായി ഉപയോഗിക്കുന്നു. നിർഭാഗ്യവശാൽ ഭാരതാംബ എന്ന സാംസ്കാരിക സാഹിത്യ ചിഹ്നത്തെ പോലും ഒരു രാഷ്ട്രീയ ചിഹ്നമായി ഉപയോഗിക്കുന്ന ഒരു കൗശലമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് അത്യന്തം അപകടകരമായ സംഘപരിവാറിൻ്റെ ബുദ്ധിയാണ്. ഇന്ന് അതിൻ്റെ പേരിൽ ABVP പല സ്ഥലങ്ങളിലേക്കും പ്രതിഷേധം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടി നിങ്ങൾ കരുതി വെക്കേണ്ടി വരും, എല്ലാ സംഘപരിവാർ സംഘടനകളും എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തുള്ള ടേക്ക്. അതുകൊണ്ട് ഒരിക്കൽ കൂടി വിദ്യാഭ്യാസ മന്ത്രി ഇന്നെടുത്ത ധീരമായ നിലപാടിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അതൊരു ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി മാറുകയും ചെയ്യുന്നു ഈ പോരാട്ടത്തിൽ എന്നാണ് എൻ്റെ ടേക്ക്. വലിയ പിരിമുറുക്കത്തിന് ശേഷം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറി RSSകാരനായ ആർലേക്കർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വളരെ സൗമ്യനായി വന്ന് ഒരു സൈക്കോളജിക്കൽ മൂവാണ് പുള്ളി നടത്തിയത്. എന്താണ്, സർക്കാരുമായി ഒത്തൊരുമിച്ച് പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഒന്നിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെയുണ്ടോ ഗവർണർമാർ, എന്തൊരു ഡീസൻ്റായ മനുഷ്യനാണെന്ന് വിചാരിച്ചു. പിന്നെയല്ലേ തനിനിറം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ ആർലേക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് കേരളത്തിൽ RSSനെയും BJPനെയും വളർത്തേണ്ടത് എന്നുള്ള രീതിയിലുള്ള കറക്റ്റ് സ്റ്റഡിയോട് കൂടിയിട്ട് വന്ന മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ള ധാരണ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഭാരതാംബേനെ എടുത്ത് രാജ്ഭവൻ്റെ ഹോളിൽ കൊണ്ടുവെക്കുന്നത്. ഹോളിൽ കൊണ്ടുവച്ചാൽ എന്താണ് പ്രശ്നം, അവിടെ വെച്ച് കഴിഞ്ഞു, അതാണ് ഫിക്സഡ് പിന്നെ ഭാരതാംബയാണ്. അപ്പം റെഗുലറായിട്ട് മറ്റേത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് റോട്ടിൽ ഇറങ്ങണമായിരുന്നു പ്രശ്നം ഉണ്ടാകണമെങ്കിൽ. റോഹിറ്റിൽ ഇറങ്ങി ചെറിയ കുട്ടികളോടൊക്കെ SFI കുട്ടികളോടൊക്കെ ഇറങ്ങി നിന്നിട്ട് എടാ വാടാ പോടാ എന്നൊക്കെ കുറച്ച് വലിയ വെറുതെ അല്ല കേട്ടോ, കരിങ്കൊടിയൊക്കെ കാണിക്കുമ്പോഴാണ്. കരിങ്കൊടി കാണിച്ചോട്ടെ, അത് കുഴപ്പമില്ല. കേരളത്തിലെ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് അത്യാവശ്യം നിലവാരമുള്ള കൂട്ടത്തിലാണ്. ഞാൻ ആ നിലവാരം ഗവർണർ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതോടുകൂടിയിട്ട് ഞാൻ വിചാരിച്ചു അതിനേക്കാളൊക്കെ ഡീസൻ്റായ ആളായിരിക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുവച്ചിട്ട് അതിനകത്ത് കാവിക്കൊടി വെച്ച് ഒരു സിംഹത്തെയൊക്കെ വെച്ചൊരു ഫോട്ടോ വെച്ചിട്ട് പറയുകയാണ് ഇതാണ് ഭാരതാംബ, നിങ്ങൾ എല്ലാവരും വരൂ, പൂജിക്കൂ, നിങ്ങളെല്ലാവരും പുഷ്പാർച്ചന നടത്തൂ എന്നൊക്കെ പറയുന്നതാണ്. ആദ്യം തന്നെ P. പ്രസാദ് അവിടുന്ന് പുഷ്പാർച്ചന നടത്താൻ ഇറങ്ങി വന്നു. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കൂടെയാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം കാണിച്ചൊരു നിലപാടുണ്ടല്ലോ, നമ്മൾ ചോര തിളയ്ക്കുന്ന നിലപാടാണ്. കാരണം കുട്ടികളോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എന്നെ അനുഭവം, ഞാൻ കുട്ടികളെയും കൂട്ടി ഇറങ്ങി വരണമെന്ന് വിചാരിച്ചതാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ ഒരു തൻ്റെ ഇടം കാണില്ല. ഞാൻ കുട്ടികളെ കൂട്ടി ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ വിളിച്ചാൽ കുട്ടികളെ ഇറങ്ങി വരും എന്നുള്ള ബോധ്യമുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ്. എന്തിനെതിരെയാണ് ഇത്? നിലപാടല്ല ഇത്. ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞ ഭരണഘടനയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത്. ഏത് ഭരണഘടനയല്ല ഇത് പറഞ്ഞത്? നമ്മൾ 2 പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അന്നൊക്കെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഭരണഘടനയല്ല ഇത് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ആരാണിത് പറയുന്നത്? ഏത് അടിസ്ഥാനത്തിലാണിത് പറയുന്നത്? ഒരു പാർട്ടി ചിഹ്നം അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചിഹ്നം എടുത്തിട്ട് ഇതിന് നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ആരാധിച്ചോളൂ പറയുക, നിങ്ങളിതിന് പുഷ്പാർച്ചന നടത്തിക്കോളൂ, നിങ്ങളിതിന് വിളക്ക് കത്തിക്കണമെന്ന് പറയുക. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത്. കേരളത്തിൽ എന്തുകൊണ്ട് BJP വളരുന്നില്ല, കേരളത്തിൽ എന്തുകൊണ്ട് RSS വളരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏക കാരണം ഇതാണെന്നേ. ഇതാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ശൈലിയിലേക്ക് വന്നാൽ ആരാണ്? നമ്മളിപ്പോൾ നിലമ്പൂരൊക്കെ കാണുന്നില്ലേ,
നിലമ്പൂരൊക്കെ കാണുന്നത് അവിടെ തന്നെ മത്സരിക്കാൻ ആളെ കിട്ടുന്നില്ല. ഒരു 140 മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ വരുന്ന സ്ഥലത്ത് മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇലക്ഷൻ്റെ തലേ ദിവസം വന്ന് ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്ത് മത്സരിപ്പിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് കേരളത്തിലേക്ക് എത്തി. എങ്ങനെയാണ് ഇത് എത്തുന്നത്? ഈ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണറായി വന്നതിന് ശേഷം ആ 3-4 വർഷം ഉണ്ടായിരുന്നല്ലോ, എന്ത് ഗുണമുണ്ടായത്? ഈ RSSന് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇവർ ഈ പറയുന്ന കാര്യങ്ങളല്ലേ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്നേ, അപ്പോൾ ഇവർക്ക് വളരാൻ പറ്റുമല്ലോ. ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ വർഗീയതയും ഈ പറയുന്ന അവർ രാഷ്ട്രീയം വളർത്താനും രാഷ്ട്രീയത്തിൻ്റെ ചിഹ്നങ്ങളും ചിഹ്നങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതിനെ എല്ലാ മതങ്ങളോടും ആരാധിക്കാൻ പറഞ്ഞാൽ ആ ആരാധിക്കേണ്ട ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കാണിച്ചതാണ് ഒരു മാതൃക എന്ന് പറയുന്നത്. അത് മാതൃക കാണിക്കാൻ അദ്ദേഹത്തെ കാണിച്ച തൻ്റെ ഇടത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മാതൃകയാണ്. ഇതിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്ന് പറയുന്ന ആളാണ് ഞാൻ. അതിനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിന് ശേഷവും അതിന് മുൻപും ആ വേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. സാധാരണ അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ കുറച്ച് വിക്കൊക്കെ വരുന്നതാണ്. ഇത് ക്ലിയറായി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇറങ്ങി വരാൻ കഴിഞ്ഞതുള്ളതാണ്. അപ്പം ഈ കാര്യത്തിനകത്ത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ ശക്തമായി പോരാടേണ്ട സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനത്ത് കേരളത്തിൻ്റെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് അഭിനന്ദനാർഹമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സുജയ, ഭാരതാംബയിൽ പോരിലേക്കാണ്. ആ പോര് ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടിയിൽ നമ്മൾ കൃത്യമായി കാണുകയും ചെയ്തു. അതിൽ രാജ്ഭവനാണ് വേദിയായത്. രാജ്ഭവൻ്റെ മെയിൻ ഹാൾ, അവിടെയാണ് ഈ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത്. സ്ഥിരമായി സ്ഥാപിച്ചിരിക്കുന്നതാണ് എന്നതാണ് ഗവർണറും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമൊക്കെ സ്ഥിരീകരിക്കുന്നത്. ആ ചിത്രം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾ, അതായത് സംസ്ഥാന സർക്കാർ നേരിട്ട് നടപ്പാക്കുന്ന പരിപാടികൾ, ഇത് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആ ബോഡിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടെന്നേ ഉള്ളൂ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടി എന്ന രീതിയിലല്ല അത് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിത്രം എടുത്ത് മാറ്റാത്തത് എന്നതാണ് ഗവർണറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അതുതന്നെയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഉറപ്പ്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഈ ചോദ്യത്തെക്കുറിച്ച്, ഭാരതാംബയെക്കുറിച്ച്, RSSനെ കുറിച്ച് ഒക്കെയുള്ള നിലപാടുകൾ വ്യക്തമാക്കിയതുമാണ്. അത് CPIMൻ്റെ പാർട്ടി പൊസിഷനാണ്. അത് MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞതിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഭാരതാംബ വിഷയത്തിലേക്കും ടച്ച് ചെയ്തത്. ആ കാര്യത്തിലും ഇനിയൊരു സംശയവും ആർക്കും അവശേഷിക്കേണ്ടതില്ല. മാത്രമല്ല, ജിമ്മി ജെയിംസ് പറഞ്ഞ കാര്യത്തോട് ഞാൻ സെക്കൻഡ് ചെയ്യുകയാണ്. കാരണം നിലമ്പൂർ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഈ ഉത്തരത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമായി തന്നെയാണ് കിടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചേരുവയാണ് ഇന്ന് നമ്മൾ കണ്ട വി ശിവൻകുട്ടിയുടെ ഷോ. അതൊരു ഷോ തന്നെയാണ്. അതായത് നിയമസഭാ കയ്യാങ്കളി അന്നുണ്ടായ അതിനുശേഷമുള്ള ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്ന് വി ശിവൻകുട്ടി അവിടെ കാട്ടിയത് എന്ന് തന്നെയാണ് എൻ്റെ ഇക്കാര്യത്തിലെ എൻ്റെ ഫസ്റ്റ് ടേക്ക് എന്ന് പറയുന്നത്. കാരണം വൈകി എത്തുകയും നേരത്തെ പോവുകയും അതിനിടയിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് വായിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അതായത് ആ പ്രസംഗം, നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം കാണിച്ചത് റിപ്പോർട്ടറിലൂടെയാണ്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം നോക്കി വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അതിനുശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എഴുതി തയ്യാറാക്കിയതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് വായിച്ചാൽ എന്താ കുഴപ്പം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലാൻഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്. അത് ഇന്നവിറ്റബിളായ ഒരു മറുപടി ആയിരുന്നു എന്നതുകൂടിയാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന് കിട്ടാൻ, ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ പറയുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. സ്വരാജിന് വോട്ട് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ RSSുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രചാരണം നടത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു ഇവന്റ് വരുമ്പോഴേക്കും ഇന്ന് പെട്ടെന്നാണ് പോളിംഗ് ബൂത്തുകളിലെ നീണ്ട നിരയെക്കുറിച്ച്, അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ആളുകളെക്കുറിച്ച്, സ്ഥാനാർത്ഥികൾ ബൂത്തുകളിൽ കറങ്ങി നടക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങളെക്കുറിച്ച്, അതുമാത്രമായിരിക്കും ഇന്നത്തെ ഒരു ദിവസം പോളിംഗ് ദിനം എന്ന നിലയിൽ സാധാരണഗതിയിൽ ദൃശ്യമാധ്യമങ്ങളിൽ വരിക. പക്ഷേ ഇന്ന് ചർച്ചയായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശശി തരൂർ തന്നെ ക്യാമ്പയിന് വിളിച്ചില്ല എന്ന് പറഞ്ഞ കാര്യം. രണ്ടാമത്തേത് ഈ ഭാരതാംബ വിവാദം. ഈ വിവാദത്തിൽ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു സീൻ അത് CPIMന് ആവശ്യമായിരുന്നു. അത് കൃത്യമായി സർക്കാരിന് ആവശ്യമായിരുന്നു. അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുകയാണ് വി ശിവൻകുട്ടി എന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി അവിടെ ചെയ്തത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇവിടെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി അത് ആക്സിഡൻ്റലായിരുന്നു. കാരണം പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ഷെഡ്യൂൾ ചെയ്യുന്നു. ജൂൺ 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനം. 4-ാം തീയതി വൈകുന്നേരം ഇതാണ് ചിത്രം എന്നുള്ളത് അവിടെ എത്തിയതിനു ശേഷം കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അയച്ചു കൊടുക്കുന്നു. മന്ത്രി ഇക്കാര്യം മുഖ്യമന്ത്രിയോടുമായി, അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവരുമായി സംസാരിക്കുന്നു. അതിനുശേഷം പരിപാടി അവിടെ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഗവർണറുടെ ഓഫീസിനെ, അതായത് രാജ്ഭവനെ പിറ്റേ ദിവസം 5-ാം തീയതി രാവിലെ രേഖാമൂലം അക്കാര്യം അറിയിക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ പരിപാടി എന്താണെന്നും അതിലെ ഷെഡ്യൂൾ എന്താണെന്നും, മെയിൻ ഹാളിലാണ് പരിപാടി, മെയിൻ ഹാളിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികളിൽ വിളക്ക് കൊളുത്താറില്ല, വിളക്ക് കൊളുത്തുന്ന പരിപാടികളിലൊക്കെ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകും എന്ന് പറയുകയും ഇന്നത്തെ ഈ പരിപാടിയിൽ വിളക്ക് കൊളുത്തലുണ്ട് എന്നത് നേരത്തെ തന്നെ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം തയ്യാറാക്കാതെ രാജ്ഭവനിൽ ഒരു പരിപാടി നടക്കാറില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ
കൃത്യമായി അറിഞ്ഞു തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു പ്രസംഗം തയ്യാറാക്കി കൊണ്ടുവരാനായിട്ട് അങ്ങനെ ദിവ്യദർശനമൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ വി ശിവൻകുട്ടിക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രസംഗങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നവർക്ക് അങ്ങനെ ദിവ്യദർശനം കിട്ടുന്ന ആരും കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ തന്നെ തീരുമാനിച്ചാണ് അദ്ദേഹം എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ തുടർച്ചയാണ്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എന്താണ്? രാജ്ഭവനെ RSS ശാഖയാക്കരുത്. ഇന്ന് വി ശിവൻകുട്ടി പറഞ്ഞ വാചകത്തിലും അതുണ്ട്. അത് കൊണ്ടുപോയി RSS ശാഖയിൽ വെച്ചോട്ടെ എന്നാണ് പറയുന്നത്. അത് ഇവിടെയല്ല വെക്കേണ്ടത്, RSS ശാഖയിലാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള പ്രദേശങ്ങളുടെ ഭൂപടം പശ്ചാത്തലമായിട്ടുള്ള ചിത്രത്തെ അതിനെ ആവർത്തിച്ച് എതിർക്കുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതും വി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞതും തമ്മിലും ആ ഒരു തുടർച്ചയെ നമുക്ക് കാണാം. അപ്പോൾ ഈ പ്രതികരണങ്ങളെല്ലാം ചേർന്ന് പോകുന്നത് തന്നെയാണ്. അതുമാത്രമല്ല, ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ 2-3 ദിവസം മുൻപ് ഒരു ദേശീയ ദിനപത്രത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ. അതിൽ പറയുന്ന വാചകം എന്താണ്? രാജ്ഭവനിലെ മെയിൻ ഹാളിൽ നടക്കുന്ന പരിപാടികൾക്ക് വിളക്ക് കൊളുത്തുന്നതും ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും ചടങ്ങിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ദേശീയഗാനം ആലപിക്കുന്നതും നടപ്പാക്കിയിരുന്നു. അത് ഈ കൃഷിമന്ത്രി പങ്കെടുക്കേണ്ട പരിസ്ഥിതി ദിനാഘോഷ പരിപാടിക്ക് മുൻപ് തന്നെ നടപ്പാക്കിയതാണ്. അതിന്റെ ഒരു തുടർച്ച അതിനുശേഷമുള്ള പരിപാടികളിലൊക്കെ അവിടെ നടക്കുന്നുമുണ്ട്. ആ സമാന രീതിയിലാണ് ഇന്നത്തെ പരിപാടിയും ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ ഈ പരിപാടികൾ തയ്യാറാക്കുന്ന രാജ്ഭവനിലെ ഉദ്യോഗസ്ഥർക്ക്, ഗവർണറുടെ പ്രൈവറ്റ് സ്റ്റാഫിന്, അവർക്കെല്ലാവർക്കും ഇതിന്റെ കൃത്യമായിട്ടുള്ള രീതി എങ്ങനെയാണെന്നത് അറിയാം. അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ആ പരിപാടിയുടെ അധ്യക്ഷനാണ് കേട്ടോ. അപ്പോൾ ആ അധ്യക്ഷൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പ്രതികരിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇത് ചേർന്ന് പോകുന്നില്ല. പെട്ടെന്ന് കണ്ട് പ്രതികരിക്കുന്നതിന് എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിക്കാൻ പറ്റില്ല. പെട്ടെന്ന് കണ്ടുള്ള പ്രതികരണം ഈ രീതിയിൽ ആയിരിക്കില്ല. അവിടെ വന്ന് പ്രസംഗിക്കാതെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ, ഞാൻ ഈ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്, ഇതാണ് കാരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇറങ്ങി പോകാം. പക്ഷേ അദ്ദേഹം കുറേ കാര്യങ്ങൾ വായിച്ചതിന് ശേഷമാണ് വോക്കൗട്ട് എന്നുള്ളത് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ഗവർണറുടെ ഭാഗത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ചോദിക്കുന്ന ഇതുവരെയുള്ള കഴിഞ്ഞ ഇവന്റിന്റെ സമയത്തും ചോദിച്ച കാര്യം ഒന്നാണ്, ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണോ? കാരണം ചിത്രം വെക്കുന്നത് ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ രാജ്ഭവനിൽ വെക്കുന്നത് അനുചിതമാണ് എന്ന ഒരു നിലപാട് സർക്കാർ എടുക്കുമ്പോൾ ഈ ചിത്രം അവിടെ വെക്കുകയും അത് സർക്കാരിന്റെ പരിപാടികളല്ലാത്തതിൽ അതിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുക എന്ന ഗവർണറുടെ വ്യക്തിപരമായ താല്പര്യം എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ ആണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതിൽ അതിൽ തെറ്റ് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെ അദ്ദേഹം ഭാരതമാതാവിനെയാണ് അദ്ദേഹം ആ രീതിയിൽ കാണുന്നത്, അദ്ദേഹം വർഷിപ്പ് ചെയ്യുന്നത് രാജ്യത്തിന്റെ പടം വെച്ചാലോ? യേശുക്രിസ്തു, ഞാനതാ ചോദിച്ചത്, യേശുക്രിസ്തുവിന്റെ പടം വെച്ച് ഇപ്പോൾ അതിന് മുന്നിൽ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തുടങ്ങാനാണ് അടുത്തൊരു ഗവർണർ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും ഇതേ രീതിയിൽ തന്നെ എടുക്കേണ്ടി വരും. കാരണം അത് വ്യക്തിപരമായ താല്പര്യം എന്നുള്ള ഗണത്തിൽ ഞാനൊരു സമീകരണത്തിലേക്കാണ് വന്നത്. ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞു, അതും അംഗീകരിക്കപ്പെടണം. യേശുക്രിസ്തുവിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതും ഭാരതമാതാവിനെ രാജ്യത്തിന്റെ ഏകതയുടെ പ്രതീകമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്നതും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം എന്ന ഗണത്തിൽ, ഞാൻ പറയുന്നത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഭരണഘടനാ തലവൻ എന്ന നിലയിൽ ഭരണഘടനാ തലവൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാണ്. സർക്കാർ പരിപാടികളിൽ, ഔദ്യോഗിക പരിപാടികളിൽ ഭരണഘടന നിഷ്കർഷിക്കുന്ന രീതിയിലാണ് പരിപാടികൾ നടക്കേണ്ടത്. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹം ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ കഴിയുമോ? ആ ചോദ്യമാണ്. ഇത് പറയട്ടെ, സർക്കാർ നേരിട്ട് നടത്തുന്ന പരിപാടികളിൽ മാത്രമേ ഇത് സർക്കാരാണ് തിരിച്ചു പറയേണ്ടിരുന്നത്. സർക്കാർ അക്കാര്യം പറഞ്ഞിട്ടില്ല. ഗവർണർ പറഞ്ഞത് അതേപടി തൊള്ളതൊടാതെ വിഴുങ്ങിയാണ് ഇന്നലെ മുഖ്യമന്ത്രി വന്നിരുന്ന് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മറുപടി നമ്മൾ കേട്ടതാണ്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്, സർക്കാർ പരിപാടികൾക്ക് ചിത്രമുണ്ടാകില്ല, വിളക്ക് കൊളുത്തില്ല. സർക്കാർ പരിപാടികൾക്ക് വിളക്ക് കൊളുത്തുന്ന പതിവില്ലല്ലോ. അല്ലാത്ത പരിപാടികൾ രാജ്ഭവനിൽ നടക്കുമ്പോൾ അതിൽ വിളക്ക് കൊളുത്തും, അവിടെ ഈ ചിത്രവും ഉണ്ടാകും. ഇതാണ് ഗവർണറുടെ ഓഫീസ് പറഞ്ഞത്. അത് നേരത്തെ തന്നെ സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചതാണ്. അപ്പോൾ സർക്കാർ പറയണം അതും പറ്റില്ല, അത് ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിൽ ശരിയല്ല എന്നൊരു നിലപാട് തിരിച്ചറിയിക്കുന്നില്ല മുഖ്യമന്ത്രി. അപ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പ് ഗവർണർ നൽകിയിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വി ശിവൻകുട്ടി ഈ പ്രസംഗത്തിനിടയിൽ, അല്ലെങ്കിൽ പുറത്ത് വോക്കൗട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞത്, ഗവർണർ അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഗവർണർ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെയാണോ ഗവർണർ ഇരുന്നതെന്ന് അറിയാൻ ആ പരിപാടിയുടെ തുടർന്നുള്ള പ്രസംഗങ്ങൾ കൂടി ഞാനൊന്ന് എടുത്ത് കേട്ടു നോക്കി. അതിൽ ഗവർണറുടെ പ്രസംഗം, വി ശിവൻകുട്ടി എന്ന മന്ത്രിയുടെ പ്രസംഗമാണല്ലോ നമ്മൾ സംപ്രേഷണം ചെയ്തത്. അപ്പോൾ അതിൽ സംപ്രേഷണം ചെയ്യാത്ത ഗവർണറുടെ പ്രസംഗമുണ്ട്. ഗവർണറുടെ പ്രസംഗത്തിൽ ഗവർണർ ഈ കുട്ടികൾക്ക് ഞാനൊരു ബോധവൽക്കരണം കൊടുത്ത് ഒരു പ്രസംഗം നടത്തി ഇറങ്ങിപ്പോയി എന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുന്നത്. അതിനുശേഷമാണ് അവിടെ ഗവർണർ സംസാരിക്കുന്നത്. ഗവർണർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? വി കനോട്ട് ഡു അവേ വിത്ത് ഭാരത് മാത. ഭാരത് മാത ഹാസ് ടു ബി ഇൻ അസ് ഓൾവേസ്, ഓൾ ദ ടൈം, ഓൾ ദ സീസൺസ്, ബാഡ് സീസൺസ് ഓർ റൈറ്റ് സീസൺസ്, ഗുഡ് സീസൺ, ഓൾ ദീസ് തിങ്സ് അറ്റ് ഓൾ ദ ടൈം ഭാരത് മാത വിത്ത് us എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പകുതിയിൽ എത്തുമ്പോൾ മുതൽ അദ്ദേഹം ഈ ഭാരത് മാത എന്താണ് എന്നുള്ളത് അവിടെ ഇരുന്ന ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുത്ത ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഭാരവാഹികൾ അതുകൂടി ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഈ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പരിപാടിയുടെ ഡയസിൽ ഉണ്ടായിരുന്ന ആളുകൾ, രാജ്യ പുരസ്കാർ വിതരണം ചെയ്യുന്ന ചടങ്ങായിരുന്നു. സ്റ്റേറ്റ് കമ്മീഷണർ വിശാലാക്ഷി ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് സെക്രട്ടറി പ്രഭാകരൻ, അതോടൊപ്പം തന്നെ ശ്രീകുമാരി, സലോണി അഗസ്റ്റിൻ,
വിജയകുമാർ, ഇത്രയും പേരാണ് ഡയസിലുണ്ടായിരുന്നത്. ഇതിൽ 4 പേരും വന്ന് ഈ ചിത്രത്തിന് മുന്നിൽ വന്ന് വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു ഇത് പരിപാടിയുടെ ഭാഗമാണ് എന്ന്. അപ്പോൾ അതിൽ അധ്യക്ഷനായ വി ശിവൻകുട്ടി എന്ന മന്ത്രി മാത്രം അത് അറിഞ്ഞില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്നുള്ള പ്രതികരണം ശരിയല്ല, അത് തെറ്റാണ്, അത് നുണ പറയുകയാണ് മന്ത്രി. അവിടെ മന്ത്രിക്ക് പറയാമല്ലോ, മന്ത്രി പറഞ്ഞ കാര്യങ്ങളെ, അദ്ദേഹത്തിന്റെ നിലപാടിനെ, അദ്ദേഹത്തിന്റെ ആർജവത്തെ ഒക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും അദ്ദേഹം ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഷോയ്ക്കാണ് വന്നത് എന്നുള്ളത് അതൊരു കള്ളമായി തന്നെ അവിടെ നിൽക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കുട്ടികളോട് ചരിത്രത്തെക്കുറിച്ച് കൂടി ഗവർണർ പറഞ്ഞു കൊടുക്കുകയാണ്. ഭാരത് മാതാ വാസ് നോട്ട് ബോൺ ഇൻ 1947. അതായത് ഈ ഭൂപടത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഈ ഭൂപടമാണല്ലോ, ആ ഭൂപടം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തെ, ബ്രിട്ടീഷ് രാജ്യം നിലനിന്നിരുന്ന കാലത്തെ, ഇന്ത്യ മാത്രമല്ല അതിന് ചുറ്റുപാടുമുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ടുള്ള ഒരു വിശാല ഭൂപടമാണ് പശ്ചാത്തലത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഭാരത് മാതാ ഈസ് ഇൻ എക്സിസ്റ്റൻസ് ഫോർ thousands and thousands of years. It is not that it has come in 1947. Some people feel that it has come in 1947. അതായത് വി ശിവൻകുട്ടി പറഞ്ഞതിന്, മുഖ്യമന്ത്രി പറഞ്ഞതിന് ഒക്കെയുള്ള മറുപടി ഈ പ്രസംഗത്തിലൂടെ ഗവർണർ കൊടുക്കുകയാണ്. ശരിക്കും ആ പ്രസംഗം എന്ന് പറയുന്നത് ഗവർണറുടെ ഒരു മറുപടിയായി വേണം നമ്മൾ കാണാൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷേഴ്സ് ലെഫ്റ്റ് ആൻഡ് വെന്റ് അവേ, they had encroached us, they have come to our land, they came here to see, to grab something. അതുപോലെ തന്നെ പോർച്ചുഗീസ് കാലത്തെക്കുറിച്ച് പറയുന്നു, വാസ്കോ ഡ ഗാമയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഈ കുട്ടികൾക്ക് ചരിത്രം മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് ഗവർണർ ഈ പ്രസംഗത്തിൽ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഭാരത് മാതായെ, ഐ നീഡ് നോട്ട് ടീച്ച് യു എനിത്തിങ് കമ്പയർഡ് ടു അതർ പീപ്പിൾ, സം പൊളിറ്റീഷ്യൻസ് യു ആർ ഫാർ ഫാർ എഹെഡ്, യു നോ ഹു ഈസ് ഭാരത് മാത, യു നോ വാട്ട് ഈസ് ഭാരത് മാത ആൻഡ് വാട്ട് ആർ വി ഫോർ, മെനി പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ് ബട്ട് യു ഹാവ് ഗിവൺ മീ ദ ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളോട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഭാരതാംബ എന്ന വിഷയത്തിൽ ഇക്കാര്യത്തിൽ ഗവർണർ ഇത്രയും തുറന്നു പറച്ചിൽ ആ പ്രസംഗത്തിൽ നടത്തുകയും ഇറങ്ങിപ്പോയ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന നിലപാട്. കാരണം ഗവർണർ ഡയസിലേക്ക് എത്തുന്നതിന് മുൻപാണ് അവിടെയുള്ള സദസ്യരായാലും വേദിയിലുള്ളവരായാലും വന്നിരിക്കേണ്ടത്. അത് ഗവർണർ മാത്രമല്ല, ഭരണഘടനാ തലവന്മാരുടെ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടികളുടെ കാര്യം അതാണ്. അപ്പോൾ അവിടെ പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടുണ്ട്. അതിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു നടപടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പുറത്ത് കയ്യടി കിട്ടുന്നത് വി ശിവൻകുട്ടിക്കാണെങ്കിലും ഇപ്പുറത്ത് എന്തും കൽപ്പിച്ച് എന്തും ചെയ്യാൻ ഉറച്ചു തന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന ഗവർണർ നിൽക്കുന്നത് എന്നതാണ് ഈ വിഷയം. സംസ്ഥാനം മാറിപ്പോയി, അത് കേരളമാണ്, ബീഹാർ അല്ല. നമ്പർ 1. നമ്പർ 2, അവിടെ ഇരിക്കുന്നത് ഗവർണർ ആണെങ്കിൽ പ്രോട്ടോകോൾ പാലിക്കും. ഇരിക്കുന്നത് സംഘപരിവാറുകാരനാണെങ്കിൽ ഇതേപോലെ അന്തസ്സോടുകൂടി കാര്യങ്ങൾ പറയേണ്ടത് വെടിപ്പായി പറഞ്ഞിട്ട് ഇറങ്ങി പോരുകയും ചെയ്യും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇന്ന് ശിവൻകുട്ടി ചോദിച്ചത് ആദ്യം സുജയ് പറഞ്ഞൊരു കാര്യത്തിന്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടേതടക്കമുള്ള ഭൂപടമാണോ അവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇന്ത്യയിൽ നിന്ന് ഭിന്നിച്ചു പോയ രാജ്യത്തിന്റെ ഭാഗമടക്കം ഉണ്ടല്ലോ. അത് മാത്രമല്ലല്ലോ, ബാക്കി രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഭാഗം അല്ല, ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രവിശ്യയാണ് കാണിച്ചിരിക്കുന്നത്, പശ്ചാത്തലത്തിൽ കാണിച്ചിരിക്കുന്നത്. അല്ല, ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രവിശ്യകൾ മാത്രമല്ല. നിങ്ങൾ 1947 മുമ്പാണെങ്കിൽ ഭാരതം എന്ന സങ്കല്പമേ അല്ല. അവിടെ തിരുവിതാംകൂറും കൊച്ചിയും അടക്കം 600ഓളം നാട്ടുരാജ്യങ്ങൾ. ആ നാട്ടുരാജ്യങ്ങളെ പ്രതിദാനം ചെയ്യുകയാണോ? ഇവിടെ എവിടെ പാകിസ്ഥാൻ? എന്തിനാ പാകിസ്ഥാനെ വെച്ചിരിക്കുന്നത്? എന്താ കാശ്മീർ എവിടെ കാശ്മീർ? ഞാൻ പറഞ്ഞല്ലോ, 1947 ശേഷമുള്ള ഇന്ത്യയുടെ ഭൂപടം അല്ല വെച്ചിരിക്കുന്നത് എന്നുള്ളത് നല്ല വെടിപ്പായി നിയമസഭയിൽ നിയമസഭയുടെ ഡയസിൽ ചാടിക്കേറിയ വി ശിവൻകുട്ടിയുടെ നിലവാരം കാണിക്കാതെ അദ്ദേഹത്തിന്റെ നിലവാരമൊക്കെ ലോകം മുഴുവൻ കണ്ടത്. അതെ, ചാടിക്കേറിയ വി ശിവൻകുട്ടിയെ ആരാധിക്കുന്ന പറയാൻ കഴിയൂ. ഗവർണർ ഭൂപടം വയ്ക്കാൻ രാജ്ഭവനിൽ ഗവർണർക്ക് എന്ത് അധികാരം? അങ്ങനെ ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ച ശേഷം ഭാരതാംബയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇതാണ് ഭാരതാംബ എന്നാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് പാഠമാണ് കൊടുക്കുന്നത്? ഇതാണോ ഭാരതാംബ? കാവിക്കൊടി പിടിച്ച ഭാരതാംബ. നരേന്ദ്രമോദി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ ഭാരതാംബയുടെ ഭാഗമാണോ? കഴിഞ്ഞു. വി ശിവൻകുട്ടി എന്ന നിയമസഭയുടെ ഡയസിൽ കയറി മുണ്ട് പൊക്കി തുള്ളിച്ചാടിയ ആളാണ് ഹീറോ. എന്ത് പറയാനാ? ഭാരതാംബയെ അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ വർഷിപ്പ് ചെയ്യുന്ന ആളുടെ മുൻകാല ചരിത്രം കൂടി ഓർമ്മിക്കണമല്ലോ. ആരാണ് വി ശിവൻകുട്ടി? എന്ത് മാന്യതയാണ് അദ്ദേഹത്തിനുള്ളത്? മാന്യതയൊന്നും പഠിപ്പിക്കാൻ വി ശിവൻകുട്ടിയുടെ മാന്യത കേരളം കണ്ടതാണ്, ലോകം കണ്ടതാണ്. സംസ്ഥാന നിയമസഭയെ ലോകത്തിന് മുന്നിൽ താഴെപ്പിച്ച ഇതും കേരളമാണ്. കേരളത്തിൽ അല്ല, ഇത് പറ, നിയമസഭയിൽ കണ്ടത് ഹോളിവുഡ് സിനിമയല്ല. പറയിപ്പിക്കരുത്. ആ പണി എന്തായാലും ശിവൻകുട്ടി കാണിച്ചിട്ടില്ല. ആ പണി ശിവൻകുട്ടി കാണിച്ചിട്ടില്ല. കർണാടക നിയമസഭയിൽ ഇരുന്ന് പോൺ ചിത്രം കണ്ട BJP MLA ശിവൻകുട്ടി കാണിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി, ഇന്നിപ്പോ ശിവൻകുട്ടി ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ കാവിക്കുടി പിടിച്ച് നിൽക്കുന്ന വനിത ആരാ?
ആ കാവിക്കുടി എങ്ങനെ വന്നു? ആ കാവിക്കൊടി രാജ്യത്തിന്റെ സന്യാസി പരമ്പരകളുടെ ഒക്കെ പാരമ്പര്യത്തിന്റെ ഓഹോ, ഭാഗമായി ഇന്നത്തെ പരിപാടി താങ്കൾ ക്ഷേത്രങ്ങളിലൊന്നും ഇന്നത്തെ പോവാത്തതുകൊണ്ട് പരിപാടി അറിയില്ലായിരിക്കും. സന്യാസികൾക്ക് ദീക്ഷ കൊടുക്കുന്ന സന്യാസി പരിപാടിയായിരുന്നോ? വര്യന്മാരും സന്യാസി വര്യന്മാർക്ക് ഭാരതത്തിന്റെ- ദീക്ഷ കൊടുക്കുന്ന അല്ല, പരിപാടിയായിരുന്നോ? ദീക്ഷ കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല. ആ കാവിക്കൊടി അവിടെ തന്നെ ഉണ്ടാവും. കാവിക്കൊടിയെ കുറിച്ചുള്ള താങ്കളുടെ ചൊറിച്ചിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ചൊറിഞ്ഞിരിക്കാവുന്നേ ഉള്ളൂ. അതാണ് ഇപ്പൊ ചൊറിയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. കാവിക്കൊടി ഞാനതാ പറഞ്ഞത്. പിടിച്ചയാള് രാജ്യം രാജ്യത്തിന് ഭരിക്കുന്നുണ്ട്. ആളിലേക്ക് കൊടി അവിടെ കൊണ്ടുവന്നത് നാട്ടുകാരെ ചൊറി രാജ്യത്തെ RSS അല്ല, ചുവന്ന കൊടി ഇപ്പോൾ RSS കേരളത്തിൽ അല്ലാത്തവരെ മാത്രമേ ചോദിക്കുന്നു. ഒതുങ്ങിയിട്ടുണ്ട്. അവസാനം ഉത്തരം അല്ല, കിട്ടാൻ അതവിടെ തന്നെ ഇരിക്കും. അല്ല, അങ്ങനെ ഇരിക്കാൻ പറയട്ടെ. പറ്റുമെങ്കിൽ അല്ല, ഡോക്ടർ അത് അരുൺ, സ്വന്തം ഡോക്ടർ വീട്ടിൽ ചോദ്യം ചോദിച്ചാൽ കൊണ്ടുവയ്ക്കണം. ഉത്തരം അത് കേൾക്കാനായിട്ടുള്ള സഹിഷ്ണുത കൂടി കാണിക്കണം. ചോദ്യം പറയൂ, ചോദിച്ചിട്ട് അങ്ങ് കാവിക്കൊടി. ഓടിപ്പോവുകയല്ല കാവിക്കൊടി, വേണ്ടത്. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ കാവിക്കൊടിയുടെ അല്ല, പ്രാധാന്യം ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ എന്നുള്ളതല്ല. കാവിക്കൊടി അല്ലേ? എന്ന് പറയുന്നത് ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ്. അതിവിടെ ഉണ്ടാവും, പണ്ടുണ്ടായിരുന്നു, ഇന്നും ഉണ്ടാകും, ഇനിയും ഉണ്ടാകും. എന്താ പിന്നെ ഭാരതീയ ഞാൻ പറയട്ടെ, സംസ്കൃതി കാവിക്കൊടി മാത്രമേ ഉള്ളൂ? ഞാൻ പറയട്ടെ, മറ്റു കൊടിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ചുവപ്പ് കൊടിയൊക്കെ ബംഗാളിൽ നിന്നുള്ള കീറി എറിഞ്ഞിപ്പോ കേരളത്തിൽ മാത്രം ബംഗാളിൽ മൂലയ്ക്ക് നിന്നുള്ള പടവലങ്ങ ചുവപ്പ് കൊടി പോലെയുള്ളത് വന്നത്. കേരളത്തിൽ എങ്ങനെയാണ് മാത്രമേ നിങ്ങൾ ഉള്ളൂ. കാവിക്കൊടി ആ, ഇന്ത്യൻ ചുവന്ന സംസ്കൃതിയുടെ കൊടി, മാത്രം ഭാഗമാക്കുന്നത്? ചുവന്ന കൊടി ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ- വേണ്ടേ നിങ്ങൾക്ക്? അല്ല, ചുവന്ന കൊടി ത്രിവർണ്ണ ഇന്ത്യയുടെ- പതാക എവിടെ? പറയട്ടെ ചുവന്ന കൊടി അങ്ങ് ബംഗാളിലും ത്രിവർണ്ണ ത്രിപുരയിലും എല്ലാം പതാക. ഒളിച്ചു മടക്കി വെച്ച് നിങ്ങൾ പാർട്ടി എന്തൊക്കെയാ ഓഫീസിൽ പറയുന്നത്? കൊടുത്തു കഴിഞ്ഞ് കേരളത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു പാർട്ടിയുടെ കൊടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുജയ്ക്ക് ഉത്തരവില്ല. നമ്പർ 1 സുജയ്ക്ക് ഉത്തരവില്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റേറ്റ്മെന്റ് കാവിക്കൊടിയുടെ പറയാനില്ല. പ്രാധാന്യം എന്ത്? നമ്പർ 1 ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഭാരത് ഇന്ത്യയുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ സംസ്കാരത്തിന്റെ കാവിക്കൊടിയുടെ ഭാഗമാണ്. കാവിക്കൊടി. അതെ, ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഇന്ത്യയുടെ സന്യാസ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പാരമ്പര്യത്തിന്റെ കാവിക്കൊടി ഇന്ത്യൻ മാത്രമേ ഉള്ളൂ. ക്ഷേത്രങ്ങളുടെ ഒക്കെ ത്രിവർണ്ണ പാരമ്പര്യമാണ്. പതാകയെ പകരം വയ്ക്കുന്നത് എന്തുകൊണ്ടാ? ത്രിവർണ്ണ പതാകയുടെ പകരം വെക്കുന്നതല്ലോ. ഭാരതാംബ പിന്നല്ലാതെ കാവിക്കൊടി പിടിച്ചാൽ ഭാരതാംബയിൽ ഞാൻ എങ്ങനെയാ ചോദിക്കട്ടെ, കാവിക്കൊടി വരിക? അല്ല, ഭാരതാംബ ഭാരതാംബ പച്ചക്കൊടി കാവിക്കൊടി പിടിച്ചാൽ താങ്കൾക്ക് എങ്ങനെയാ? സമാധാനമാവുമോ? ഇനി രണ്ട്. ഈ ഭാരതാംബ ചിത്രം- പച്ചക്കൊടി പിടിക്കണമെന്നാണോ പറയുന്നത്? ഭാരതാംബ പിടിക്കേണ്ടതല്ല. പച്ചക്കൊടി ഭാരതം ഇന്ത്യ എന്ന ജമാഅത്തെ ചിത്രമുണ്ടെങ്കിൽ ഇസ്ലാമി കൊടി അത് പിടിപ്പിക്കാം. ദേശീയ പതാകയാണ്. ഭാരതാംബ ജമാഅത്തെ ദേശീയ ഇസ്ലാമി കൊടി പതാകയാണ്. പിടിച്ചാൽ താങ്കൾക്ക് ഹൃദയത്തിൽ വെച്ച് നിങ്ങൾ സമാധാനമാകുമോ? മാപ്പ് പിടിക്കാൻ പോയപ്പോൾ താങ്കളുടെ- ഷൂ തക്കാൻ പോയ അല്ലല്ല, സമയത്ത് താങ്കളുടെ സുജയ ഷൂ ഹൃദയത്തിൽ- തക്കാൻ പോയ അല്ലല്ല, സമയത്ത് ആ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ശരി, ശരി. സേനാനികൾ ദാ ഇവിടെ അതെ. ഇടനെഞ്ചി വെച്ചിട്ട് വിളിച്ചതാ ചങ്കിൽ ഭാരത് ചൈന, മാതാ കി ചങ്കിൽ ജയ്. ചൈന. ഭാരത് മാതാ കി ജയ്. താങ്കളുടെ ആ ചങ്കിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ചൈനയായിരിക്കും. ഷൂ നക്കി താങ്കളുടെ നക്കി ചങ്കിൽ നാവ് ചൈന, തേയുകയായിരുന്നു താങ്കളുടെ ഷൂ. ചങ്കിൽ ചൈന, നാവ് എന്റെ നെഞ്ചിൽ തേയുകയായിരുന്നു ഭാരതമാണ്. സവർക്കറുടെ. ആ സവർക്കറുടെ ഭാരതത്തെ ഇന്ത്യയാണെങ്കിൽ ബഹുമാനിക്കാൻ ആ സ്വന്തം സവർക്കറുടെ രാജ്യത്തെക്കുറിച്ച് അഖണ്ഡ അഭിമാനമില്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആ സവർക്കറുടെ അഖണ്ഡ ഭാരതത്തെ ഈ പൂജ ചെയ്യാൻ സൗകര്യമില്ല സുജയ. താങ്കളുടെ പൂജ ആവശ്യമില്ല. അതാണ് ഭാരതാംബ പോരിലേക്കോ എന്നുള്ളതാണ് ചോദ്യം. 5 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്. പോരാണല്ലോ കണ്ടത്.